ഗസ്റ്റ് ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗസ്റ്റ് ടൈമിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് ബാബ ഈസി ഇംഗ്ലീഷ് എന്ന പ്രസ്ഥാനത്തിലൂടെ മലയാളികൾക്ക് സുപരിചിതമായിക്കൊണ്ടിരിക്കുന്ന ശ്രീ ബാബ അലക്സാണ്ടർ സാറാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് അതിനെ എങ്ങനെ ശക്തമായി ഉപയോഗിക്കണം എന്നുള്ള ഒരു കാലികമായ മാറ്റമാണ് ബാബ ഇംഗ്ലീഷിലൂടെ അദ്ദേഹം കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നത്. അദ്ദേഹമാണ് നമ്മോടൊപ്പം ഉള്ളത്. സർ, സ്വാഗതം. സാറിന്റെ ബാബ ഈസി ഇംഗ്ലീഷ് എന്നുള്ള പ്രോഗ്രാം, ഒരു ടീച്ചിങ് മെത്തഡോളജി, അതിന്ന് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഒരുപാട് റീച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ശരിക്കും ഇംഗ്ലീഷ് ലാംഗ്വേജിനെ എങ്ങനെ ശക്തമായ രീതിയിൽ തടസ്സം കൂടാതെ, പേടി കൂടാതെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് സാധാരണക്കാരെ പറഞ്ഞു മനസ്സിലാക്കുന്ന ഒരു പദ്ധതിയാണ്. എന്തായിരുന്നു സാർ ഈ ബാബ ഈസി ഇംഗ്ലീഷിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം? ഞാൻ MCom വരെ പഠിച്ച ആളാണ്. എനിക്ക് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഇംഗ്ലീഷ് കിട്ടിയില്ല. ഓക്കെ. ഞാൻ പഠിച്ചിട്ടൊരു ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പോയി. അവിടെ ഫുൾ ഇംഗ്ലീഷ് ആയിരുന്നു. അപ്പം എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായി. അപ്പം ഞാൻ അന്ന് മനസ്സിലൊരു തീരുമാനം എടുത്തു, എന്തായാലും ഇംഗ്ലീഷ് സംസാരിക്കും, നല്ല ഫ്ലുവൻസി ആക്കും. അപ്പം എൻ്റെ മനസ്സിൽ സ്കൂളിലും കോളേജിലെ ടീച്ചേഴ്സൊക്കെ എൻ്റെ മനസ്സിൽ തന്നേക്കുന്നത് ഗ്രാമർ പഠിച്ചാണ് ഭാഷ ഉണ്ടാകുന്നത്, ഗ്രാമർ പഠിക്കാതെ നമുക്ക് ഭാഷ. മിഥ്യാധാരണയാണ്. അതെ, മിഥ്യാധാരണയാണ്. അപ്പം ഞാൻ വിചാരിച്ചേറ്റ ഗ്രാമറിന്റെ പഠനം അത്ര കൂടെ പോരായ്മയാണ്, അല്ലെങ്കിൽ അതത്ര ആയിട്ടില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പോയിട്ട് വലിയ ഗ്രാമർ ബുക്കുകൾ എടുത്ത് പഠിക്കാൻ ആരംഭിച്ചു. ഓക്കെ. അപ്പം ഇത് കൂടുതൽ ഇത് ഗ്രാമർ പഠിക്കും തോറും ഈ സംസാരം കൂടുതൽ ബുദ്ധിമുട്ടായി വരുന്നു. അപ്പം ഞാൻ ചിന്തിച്ചു, ഇത് ഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് ഈ ഭാഷ ഉണ്ടായത്, അതിന്റെ ചരിത്രം എന്താണ്, അതിന്റെ ഇവല്യൂഷൻ എന്താണ്. അപ്പം അത് മനസ്സിലാക്കിയപ്പോൾ എന്തെല്ലാം വിട്ടുതരങ്ങളാണ് നമ്മൾ ഈ ഭാഷേന്റെ പേരിൽ നമ്മുടെ സ്കൂളിലും കോളേജിലും നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ നിന്നുണ്ടായ ഒരു ആശയമാണ് ഈ ഒരു ബാബ ഈസി ഇംഗ്ലീഷ് പറയുന്നത്. പൊതുവെ നമ്മൾ പറയാറുണ്ട്, ലാംഗ്വേജ് ഈസ് എ മീൻസ് ടു എക്സ്പ്രസ് യുവർ ഫീലിംഗ്സ്, നോട്ട് എ വേ ടു എക്സ്പ്രസ് യുവർ നോളജ് എന്ന് പറയുന്നത്. എത്രമാത്രം സത്യമാണ് സാർ ആ ഒരു കൺസെപ്റ്റ്? ഇത് ഭാഷ എന്ന് പറയുന്നത് ഇത് നമ്മൾ പഠിപ്പിച്ച് ഉണ്ടാക്കേണ്ട ഒരു സംഗതിയല്ല. ഇപ്പൊ ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എഴുന്നേറ്റിരിക്കും, കുറച്ച് കഴിയുമ്പോൾ മുട്ടിലഴയും, കുറച്ച് കഴിയുമ്പോൾ നടക്കും. ഇതാരും പരിശീലനം കൊടുത്തില്ലെങ്കിലും ഈ കുട്ടി ഒരു സമയം നടക്കും. അതുപോലെ നമ്മൾക്ക് സ്വയം കരഗതമാകുന്ന ഒരു സംഭവമാണ് ഈ ഭാഷ എന്ന് പറയുന്നത്. ജനിച്ചു വീഴുന്ന കുട്ടിക്ക് ഭാഷ ഉണ്ടാകും. അവ്യക്തമായ ഭാഷകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്, അതിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതാണ് സാർ ബാബ ഈസി ഇംഗ്ലീഷിലൂടെ ഭാഷയുടെ അതിന്റെ ഒരു ഒറിജിനൽ കോൺസെപ്റ്റിൽ നിന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ബോധന രീതിയാണ് ബാബ ഈസി ഇംഗ്ലീഷ്. പൊതുവെ മലയാളികളെ സംബന്ധിച്ച് അവർക്ക് മറ്റുള്ള തരത്തിലുള്ള അറിവുകൾ കൂടുതലാണെങ്കിലും, ഫോർമൽ എഡ്യൂക്കേഷൻ രംഗത്തുള്ള അറിവ് കൂടുതലാണെങ്കിലും, പക്ഷേ ഫോർമൽ എഡ്യൂക്കേഷൻ കൊണ്ടുണ്ടാകുന്ന ആ ഒരു അറിവിനെ വേദികളിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത അവസരങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇന്റർവ്യൂവിൽ പരാജയപ്പെടുക, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ജോലി കിട്ടാതിരിക്കുക, അങ്ങനെയുള്ള നിരവധി ഉദാഹരണങ്ങൾ കിട്ടിയിട്ടുണ്ട് നമ്മൾ. എത്രമാത്രം ബാബ ഇംഗ്ലീഷ് ഇവർക്ക് യൂസ്ഫുൾ ആണ് ഈ ഒരു തടസ്സം നേരിടാൻ? മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർ ഭയങ്കര മിടുക്കരാണ്, കഴിവുള്ളവരാണ്. പക്ഷെ ഈ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം വന്നിട്ട് അവർക്ക് ഒരുപാട് അവസരങ്ങൾ ഈ ലോകത്ത് അല്ല ഇന്ത്യയിൽ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അതൊരു കമ്മ്യൂണിക്കേഷനും കൂടെ അവർ ഓക്കെ ആണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു മലയാളം പണ്ട് നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ നമ്മുടെ മുത്തച്ഛന്മാര് അവരുടെ ചുറ്റുപാട് ജീവിക്കുമായിരുന്നു. അവരുടെ ലോകം എന്ന് പറഞ്ഞാൽ ആ ഒരു ചുറ്റുപാടിലാണ്, അവർക്ക് അവിടം കൊണ്ട് ജീവിക്കാമായിരുന്നു. പക്ഷെ ഇന്ന് ഗ്ലോബലൈസേഷന്റെയും ടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റും കൊണ്ട് നമുക്കൊരു പ്രദേശത്ത് മാത്രം നിന്നുകൊണ്ട് നമുക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല, സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളൊരു ലോക കമ്പോളത്തിലേക്ക് ഇറങ്ങേണ്ടതുണ്ട്. അപ്പൊ ഒരു ലോക ഭാഷ നമ്മൾ കരഗതമാകേണ്ടതാണ്, ഇല്ലെങ്കിൽ നമ്മൾ പലതിലും പിന്നോക്കം പോകും. സാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഓൺ വേൾഡ് ഓൺ ലാംഗ്വേജ് എന്ന് പറയുന്ന ആശയം എന്ന് പറയുന്നത് അല്ലേ? ശരിക്കും ആ ആശയം ഇന്നത്തെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ കഴിയുന്ന, ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കൺസെപ്റ്റാണ്. ഈ കൺസെപ്റ്റിന്റെ ആ ഒരു ഉരുത്തിരിഞ്ഞു വന്ന വഴിത്താരൽ എന്തൊക്കെയായിരുന്നു? ഇതൊരു ഭാഷ ഉണ്ടായത് പരസ്പര ആശയവിനിമയത്തിന് വേണ്ടിയിട്ടാണ്. ലോകത്ത് പല ഭാഷകൾ ഉണ്ടായി. അതിന്റെ അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞാൽ ആളുകൾ പല പ്രദേശങ്ങളിലായിട്ട് ജീവിക്കുന്നു, ഒറ്റപ്പെട്ട് ജീവിച്ചതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ പല ഭാഷകൾ ലോകത്തുണ്ടായത്. ഇപ്പൊ ഈ ടെക്നോളജിയും ഈ ഗ്ലോബലൈസേഷനൊക്കെ വന്നപ്പോഴത്തേന് ഈ ആളുകൾ തമ്മിൽ ആശയവിനിമയം കൂടി. സ്വാഭാവികമായിട്ടും ആളുകൾ, ലോകത്തുള്ള എല്ലാ ആളുകൾക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം ചെയ്യേണ്ടി വന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഇനി ഓരോ പ്രദേശത്തുള്ള പ്രാദേശിക ഭാഷകൾ മുറുക്കി പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോക
സാഹചര്യങ്ങളിലേക്ക് പുതിയ സാഹചര്യങ്ങളിലേക്ക് എത്താൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മളൊരു ഇനി നമുക്ക് ഓരോ ഭാഷ അല്ലെങ്കിൽ പ്രാദേശിക ഭാഷകൾ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നുകൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നോക്കം പോവാണ്. അതുകൊണ്ടാണ് ഒരു ലോകഭാഷ, ഒരു ലോകം, ഒരു ഭാഷ എന്നൊരാശയത്തിലേക്ക് നമ്മൾ എത്തിയത്. മറ്റു ഭൂപ്രദേശത്തുള്ള നല്ല നല്ല കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെയും ഉൾക്കൊള്ളാൻ പറ്റാതെയും പോകുന്നൊരു സാഹചര്യമായിരിക്കും ഉണ്ടാവുന്നത് അല്ലേ? അതുപോലെ തന്നെ സാർ, നമ്മുടെ ഈസി ബാബ ഇംഗ്ലീഷ് എന്നുള്ള ഈ ഒരു പ്രോഗ്രാം സാർ ഏത് തലം മുതലാണ്? സ്കൂൾ തലം മുതലാണോ അതോ കുട്ടികളിലേക്ക് ഇത് കൊടുക്കുന്നത്, ഈ ട്രെയിനിങ് കൊടുക്കുന്നത് ഏത് തലം മുതലാണ് കൊടുക്കുന്നത്? ഇത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഭാഷാ വികാസത്തിന് പ്രത്യേകം സ്റ്റേജുകളുണ്ട്. ഓക്കെ, ആ സ്റ്റേജിൽ നമ്മൾ ഈ ലോകഭാഷ കൊടുക്കാൻ കഴിയുമെങ്കിൽ അതാണ് ആ കുട്ടിക്ക് കൊടുക്കാൻ ഏറ്റവും വലിയ സമ്മാനം. അതുകൊണ്ട് വളരെ ചെറുപ്പത്തിലെ ഭാഷ വികസിക്കുന്ന അറിയാമല്ലോ, ശബ്ദങ്ങളാവുന്നത് ആദ്യം കരച്ചിലാണ്. അതെ, നമ്മളതൊരു 6 ഘട്ടങ്ങളായിട്ടാണ് ഭാഷ വികസിക്കുന്നത്. അതിൽ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് മീനിങ്ലെസ് സൗണ്ട്സ് ആണ്. അതാണ് നമ്മളൊരു കുട്ടി ജനിച്ചു വീഴുമ്പോഴേ കരയുന്നു. ആ കരച്ചിലിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, എല്ലാ ജീവികളിലും ഉണ്ട്. പിന്നീട് കരച്ചിലിന് ഒരു അർത്ഥം ഉണ്ടാകുന്നു, മീനിങ് ഫുൾ സൗണ്ട് എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. പിന്നെ ഈ കരച്ചിൽ ഒരു വാക്കുകളായിട്ട് മാറുകയാണ്. അതെ, അത് മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്ന അതെ, അവർ അബ്സോർവ് ചെയ്യാണ്, വേർഡ്സ് അബ്സോർവ് ചെയ്യാണ്. പിന്നീടാണ് ഈ വാക്കുകൾ കൂട്ടിച്ചേർന്നിട്ട് വാചകങ്ങളായി മാറുന്നു, ഒഴുക്കോടെയുള്ള സംസാരമാകുന്നു. അതെ, സ്ലാങ് വരുന്നു, പിന്നെ എഴുത്തിലേക്ക് വരുന്നു, പിന്നെ വായനയിലേക്ക് വരുന്നു. ഈ ഘട്ടങ്ങളിലൂടെയാണ് ഭാഷ വികസിക്കുന്നത്. അപ്പൊ ഈ വികാസമൊക്കെ നടക്കുന്നത് ചെറുപ്രായത്തിലാണ്. അതെ അതെ, തീർച്ചയായും. ഈ പ്രീ പ്രൈമറി സ്റ്റേജ് അല്ലെങ്കിൽ പ്രീ സ്കൂൾ സ്റ്റേജ് എന്നൊക്കെ പറയുന്ന സ്റ്റേജാണ്. ആ സ്റ്റേജിൽ നമ്മൾ ഈ ഗ്ലോബൽ ലാംഗ്വേജ് കൊടുക്കണം. ഇപ്പൊ സാധാരണ ഇതിൽ കണ്ടുള്ള സർക്കാർ സ്കൂളുകളിലൊക്കെ അവരെ ആൽഫബറ്റ് പഠിച്ചു തുടങ്ങുന്നത് ചിലപ്പോൾ 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ ആയിരിക്കും പഠിച്ചു തുടങ്ങുന്നത് സാധാരണ സർക്കാർ സ്കൂളുകളിൽ. അതേസമയം ചിലവേറിയ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പ്രീ പ്രൈമറി മുതൽ തന്നെ അവർ ലാംഗ്വേജിനെ പരിചയപ്പെടുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പ്, അതായത് ഭാഷ നേരത്തെ പഠിക്കുന്നയാളും താമസിച്ച് പഠിക്കുന്നയാളും ഇംഗ്ലീഷ് ലാംഗ്വേജിനെ എത്രമാത്രം വ്യത്യാസം ഉണ്ടാകും, ആ ഒരു ഗ്യാപ്പ് നിൽക്കുന്നുണ്ട്. ആ ഗ്യാപ്പ് മാറ്റാൻ വേണ്ടി ബാബ ഇംഗ്ലീഷ് എത്രമാത്രം സഹായകരമാണ്? നമ്മൾ അത്തരത്തിലുള്ള ഒരു അവയർനെസ് ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് സ്കൂളിനേക്കാൾ ഉപരി പേരൻസിൽ നിന്ന് ഭാഷ തുടങ്ങണം, ഈ ലോക ഭാഷ തുടങ്ങണം എന്നുള്ള ഒരു ആശയമാണ് എത്തിയിരിക്കുന്നത്. അപ്പം പേരന്റും കുട്ടിയും ഉൾപ്പെടെയുള്ള പിന്നെ ഇതൊരു ഫോർമലായിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ ഒരു ഭാഷ ഉണ്ടായത് ഒരു സ്കൂളിൽ നിന്നോ ഒരു കോളേജിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ടീച്ചറോ അല്ലെങ്കിൽ ഒരു ബൈലോയിൽ നിന്നോ ഉണ്ടായതല്ല. ഇതൊരു അനൗപചാരികമായ ചുറ്റുപാടിൽ സ്വാഭാവികമായിട്ട് ഡെവലപ്പായി വന്നതാണ്. അത്തരത്തിലുള്ളൊരു സാഹചര്യം നമ്മൾ വീടുകളിൽ കിട്ടും. വീടുകളിലാണ് ശരിക്കും കിട്ടുക. അതുകൊണ്ട് വീട്ടിലെ ചുറ്റുപാടാണ് ഏറ്റവും പ്രധാനമായ ഏറ്റവും ഭാഷാ വികാസത്തിന് ഏറ്റവും പറ്റിയത്. അപ്പോൾ ബാബ ഈസി ഇംഗ്ലീഷിന്റെ ക്ലാസ് മൊഡ്യൂളുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ടീച്ചിങ് മൊഡ്യൂളുകൾ എന്ന് പറയുന്നത് വീടുകളിലേക്ക് നേരിട്ടെത്തുന്ന വീട്ടിലുള്ള എൻവയോൺമെന്റുകൾ നമ്മളവിടെ ക്ലാസ് റൂമിൽ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഒരു കുട്ടി അമ്മയായിട്ടുള്ള കോൺവെർസേഷൻസ്, ഫാദറും കുട്ടിയായിട്ടുള്ള കോൺവെർസേഷൻസ്. ഒന്ന് എക്സ്പ്ലെയിൻ എങ്ങനെയാണ് ഇതൊരു വാക്കുകളിൽ നിന്ന് പ്രാക്ടീസ് നമ്മൾ തുടങ്ങണം. നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ സംസാരം എന്ന് പറയുന്നത് അതിനകത്ത് വാക്കുകളാണ്. ഓരോ വാക്കുകൾ ഏത് സിറ്റുവേഷനിൽ ഉപയോഗിക്കണം എന്നതിനെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ വാക്കുകൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ സന്ദർഭത്തിലേക്ക് വരികയാണ്. അപ്പം ഇത് ബേസിക്കായിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വേർഡ്സ് ആണ്. ആ വേർഡ്സ് ഡെവലപ്പ് ചെയ്യാനുള്ള പ്രോഗ്രാം നമ്മൾ ആദ്യം കൊടുക്കും. അപ്പം അത് ഒരു ഇൻഫോർമൽ എൻവയോൺമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു ക്ലാസ് മുറിയിലാണെങ്കിൽ അവിടെ കുറേ തിങ്സ് ഉണ്ടാവും. ബോർഡ്, ബെഞ്ച്, ഫ്ലവർ, വാള്, പെയിന്റ്, ലോക്ക്, ഫാൻ, ലൈറ്റ്, ട്രീസ്, ഇതിന്റെ എല്ലാം കുറെ വേർഡുകൾ നമ്മൾ അബ്സോർബ് ചെയ്യും. ഈ വേർഡുകൾ അബ്സോർബ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പരമ്പരാഗത സ്കൂളുകളിലും കോളേജിലും എന്ന് പറഞ്ഞാൽ അധ്യാപകൻ വെർബലായിട്ട് പറയുന്നു, കുട്ടികൾ ഇത് കേൾക്കുന്നു. ഇതിന് നമ്മളൊരു വെർബൽ ടീച്ചിങ് എന്നാണ് പറയുന്നത്. ഇത് ഇഫക്റ്റീവ് അല്ല. ഇത് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉപബോധ മനസ്സാണ്. അപ്പം നമ്മളുടെ ഉപബോധ മനസ്സിലേക്കാണ് ഈ വേർഡുകളിൽ വൊക്കാബുലറി എല്ലാം സ്റ്റോർ ആവുന്നത്. ഈ ഉപബോധ മനസ്സിൽ ഈ വെർബലായിട്ട് വരുന്ന വാക്കുകൾ സ്റ്റോർ ആവില്ല. അത് ഇമേജുകൾ ഉണ്ടാവണം. ഇപ്പൊ ഒരു ഇമേജുകൾ ഒപ്പം ഒരു വാക്കും കൂടെ. ഇപ്പൊ ഒരു ഫ്ലോർ, ലൈറ്റ്, നമ്മളത് ലൈറ്റ് കാണുന്നു, ഒപ്പം അതിന്റെ ഒരു ഇമേജും കൂടെ നമ്മളുടെ ഇതിൽ കയറുന്നു. ബാബ ഈസി ഇംഗ്ലീഷ് കുട്ടികൾക്കും പേരൻസിനും മാത്രമല്ല അധ്യാപകർക്ക് കൂടെ എന്തെങ്കിലും തരത്തിലുള്ള റോൾ കൊടുക്കണമല്ലോ. അധ്യാപകരാണ് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഈ മനോവികാസത്തിൽ വ്യക്തമായ സ്വാധീനം വരുത്തുന്നത്. അധ്യാപകരാകാൻ വേണ്ടി ട്രെയിനിങ് ഉണ്ട്, TTC BEd ട്രെയിനിങ് ഉണ്ട്. ഏത് ഘട്ടം മുതലാണ് നമുക്ക് അധ്യാപകരിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്? ഇതൊരു ഈസി ഇംഗ്ലീഷ് ഈസി ടീച്ചിങ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കൂടെ ഞങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ടീച്ചേഴ്സിനൊക്കെ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാലോ, അവര് മാത്രമല്ല ഇതിന്റെ ഗുണഫലം ഉണ്ടാവുന്നത്. അതെ, കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുത്തിട്ട് അവർക്ക് സ്കൂളുകളിൽ നിങ്ങൾ പോയിട്ട് ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്ന പ്രോഗ്രാം ഉണ്ട്. പല സ്കൂളുകളിലും ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ട്. ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. കണ്ടറിഞ്ഞിട്ടായിരിക്കും അവർ ഡിമാൻഡ് ചെയ്യുന്നത്.
പിന്നെ പലരും ഈ ഒരു രീതി പിന്തുടരുന്നത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ്. നമ്മളിത് കൺവിൻസ് ചെയ്യുമ്പോഴത്തേനും അവർക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് നമ്മുടെ പോരായ്മകൾ, എവിടെയൊക്കെയാണ് നമുക്ക് തെറ്റുപറ്റിയത്. ഓക്കെ ഓക്കെ, ദാറ്റ്സ് ദ തിങ്. സാറിന്റെ പ്രവർത്തന മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഏകീകൃത സ്വഭാവം എന്ന് പറഞ്ഞാൽ NCDC, നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു NGOയിലാണ് ഫൗണ്ടർ സെക്രട്ടറിയാണ്. അപ്പോൾ ആ NCDC എന്ന് പറയുന്ന NGO ആ ഒരു നിർമ്മാണത്തിലേക്ക്, NGOന്റെ ഉൽപ്പത്തിയിലേക്കും അതിന് ബാബ ഈസി ഇംഗ്ലീഷ് എത്രമാത്രം, അല്ലെങ്കിൽ അതിലേക്ക് വന്ന ഒരു സാഹചര്യം നമുക്കറിയാലോ. ഒരു വ്യക്തി ഫോർമേഷൻ ഒരു കുട്ടിയിൽ നിന്നാണ് ഫോർമേഷൻ. ഇപ്പം ഒരു കുട്ടിക്കാലത്ത്, അതായത് കുട്ടീൻ്റെ എല്ലാ തലത്തിലുള്ള വികാസം നടക്കുന്ന സ്റ്റേജിൽ ഒരുപാട് കെയർ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. പലപ്പോഴും പേരൻസിന്, ഇപ്പം നമുക്കറിയാം കല്യാണം കഴിക്കുന്നു, പേരൻറ്റിങ് എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് നമ്മൾ ഇതുവരെയും കെയർ ചെയ്യുന്നില്ല. പിന്നെ നമ്മളുടെ വിദ്യാഭ്യാസം തുടങ്ങുന്നത് ആറാം വയസ്സിലാണ് ഭരണഘടന പ്രകാരം. ആ ഒരു കോൺസെപ്റ്റെല്ലാം നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. എല്ലാ ഡെവലപ്മെന്റും, ഇന്റലിജൻസ് ഡെവലപ്മെന്റ് ആയാലും ഇമോഷണൽ ഡെവലപ്മെന്റ് ആയാലും സോഷ്യൽ ഡെവലപ്മെന്റ് ആയാലും എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 6 വയസ്സിനുള്ളിലാണ്. 80% ഡെവലപ്മെന്റും അഡോളസൻസ്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമുക്ക് നല്ല കെയർ കൊടുക്കണം. പിന്നെ കുട്ടികൾക്ക് പലപ്പോഴും അവരുടെ അവകാശങ്ങളെ കുറിച്ച് അറിയത്തില്ല. പിന്നെ സമൂഹത്തിൽ നിന്ന് ഒരുപാട് തിക്താനുഭവങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അവരുടെ ഒരു ശബ്ദമാകുക NCDC അങ്ങനെയാണ്, അതാണ് ഉദ്ദേശം. NGOs നിരവധി സ്ഥാപനങ്ങളുണ്ട്. NGO മേഖല എന്ന് പറയുന്നത് തന്നെ രാഷ്ട്രത്തിന് ഒരുപാട് സംഭാവനകൾ കൊടുക്കുന്ന എല്ലാ മേഖലയിലും, സ്ത്രീ സുരക്ഷ ആയാലും ചൈൽഡ് ഡെവലപ്മെന്റ് ആയാലും എല്ലാ മേഖലയിലും. അപ്പോൾ എത്രമാത്രം ഈ ഒരു ഏരിയയിൽ ചൈൽഡ് ഡെവലപ്മെന്റ് ആണ് സാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എംപവർമെന്റ്, ആ മേഖലയിൽ എത്രമാത്രം NCDCക്ക് വിജയം കൈവരിക്കാൻ ഇത് നേട്ടം വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്? ഇത് ഒരു കുട്ടിയെ നന്നാക്കണമെങ്കിൽ നമുക്കറിയാമല്ലോ അവരുടെ പേരൻസ് ആണ് നന്നാകേണ്ടത്. സ്വാഭാവികമായിട്ടും ലേഡീസാണ്, അമ്മയാക്കാണ് ഒരു കുട്ടിയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വനിതകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ മോണ്ടിസോറി GTC എന്ന് പറയുന്ന കോഴ്സ് നടത്തുന്നുണ്ട്. ഒരുപാട് വനിതകൾ, അതൊരു ജോലിക്ക് ഫോക്കസ് ചെയ്യുന്ന കോഴ്സാണെങ്കിൽ പോലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അവരുടെ കുട്ടികളിലും തീർച്ചയായും അതിൻ്റെ ഫലമായിട്ട് ആ കുടുംബത്തിലും അതിൻ്റെ ഭാഗമായിട്ട് ആ സമൂഹത്തിലും അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ ജോലിയുള്ള നിരവധി മാതാപിതാക്കൾ കുട്ടികളെ ഒരു വയസ്സാകുമ്പോൾ തന്നെ പ്ലേ സ്കൂളിൽ അയക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അവിടെ മോണ്ടിസോറി ട്രെയിനിങ് കൊടുക്കുന്നത്, പക്ഷെ അത് കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ ആ ട്രെയിനിങ് ആയിരിക്കത്തില്ല അവർക്ക് കിട്ടുന്നത്. ഇത് എഡ്യൂക്കേഷൻ നേരത്തെ കൊടുക്കുന്നതിന്റെ ദോഷമൊന്നുമില്ല, പക്ഷെ നമ്മൾ കൊടുക്കുന്നത് അതൊരു സ്ട്രെസ് ഫ്രീ എഡ്യൂക്കേഷൻ, ഒരു എൻജോയബിൾ എഡ്യൂക്കേഷൻ ആണ്. നമ്മളില്ല കുട്ടീനെ പിടിച്ചിരുത്തിയിട്ട് തത്തമ്മ പൂച്ച എന്ന് പറഞ്ഞ് പഠിപ്പിക്കാതെ കുട്ടിയുടെ ആ പ്രായത്തിനനുസരിച്ചുള്ള ഒരു എൻജോയബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസും എൻജോയബിൾ ആയിട്ടുള്ള അപ്പാരറ്റസും അതിനുള്ള എക്യുപ്മെന്റ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി ഒരു 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 എന്തു പറയുന്നത്, സ്വാഭാവികമായിട്ടും ആ കുട്ടി അതിൽ നിന്ന് പല കാര്യങ്ങൾ അബ്സോർവ് ചെയ്യും, പല സ്കില്ലും ഡെവലപ്പ് ആകും. ഒരു എൻവയോൺമെന്റ്, ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ടീച്ചർ ചെയ്യേണ്ടത്. അത് തന്നെയാണ് പേരന്റും. അതെ അതെ അതെ, കുട്ടിക്ക് ഒരു ഫ്രീഡം കൊടുക്കുക, കുട്ടി തന്നെ ഒരു ജ്ഞാനം നിർമ്മിച്ചെടുത്തോളും. നമ്മൾ ജ്ഞാനം അങ്ങോട്ട് വിളമ്പി കൊടുക്കണ്ട. ഈ വിളമ്പുന്ന ജ്ഞാനം ആ കുട്ടിക്ക് വേണോ, അത് പാടില്ല. അപ്പൊ അവർക്കൊരു എൻവയോൺമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ കുട്ടി പല നോളജും പല ഇന്റലിജൻസും ഡെവലപ്പ് ആയിക്കോളും. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സ്ഥാപനങ്ങളിൽ പോകാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നിരവധി കുട്ടികളെ, ഒരുപാട് കുട്ടികളെ പരിചയപ്പെടാനും അവരുടെ എബിലിറ്റീസും ഡിസബിലിറ്റീസും ഒക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് പൊതുവായൊരു പിക്ചർ എന്താണ് ലഭിച്ചിട്ടുള്ളത്? പലപ്പോഴും ഈ അറിവില്ലായ്മ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ കാര്യമായിട്ടുണ്ട്. അത് ശരിക്കും ചിന്തിക്കുന്നില്ല, എന്തിനും ഇത് പഠിക്കുന്നു. അപ്പൊ തന്നെ നമ്മളിൽ സ്പൂൺ ഫീഡിങ് പോലെ കുറെ അറിവുകൾ ഇങ്ങനെ കുത്തിക്കയറ്റുന്നു. ഈ അറിവ് ഒരു കാലത്ത് അത് വേണമായിരുന്നു. പിന്നത്തെ കാലത്ത് നമ്മൾ ഈ അറിവിന് വേണ്ടിയിട്ട് ഒരു ഗുരുവിനെയോ ഒരു ടെക്സ്റ്റ് ബുക്കിനെയോ അല്ലെങ്കിൽ ഒരു കോഴ്സിനെയോ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് അറിവെല്ലാം നമ്മുടെ വിരൽത്തുമ്പിലാണ്. ഈ അറിവെല്ലാം കൂടെ നമ്മുടെ തലയിൽ കയറ്റി നമ്മുടെ തലച്ചോറിന്റെ ക്ഷമത കുറയ്ക്കേണ്ട കാര്യമില്ല. ഇപ്പം നമ്മൾ സ്കിൽ ഡെവലപ്മെന്റ് ആണ് വേണ്ടത്. നമ്മൾ കുറെ അറിവുണ്ടെങ്കിൽ പോലും ഈ അറിവ് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഉപയോഗിക്കാൻ അവന് കഴിവോ അല്ലെങ്കിൽ അതിനുള്ള കോൺഫിഡൻസോ ഇല്ലെങ്കിൽ അറിവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം. ഇപ്പൊ IAS കോച്ചിങ് നമ്മൾ കൊടുക്കുന്നു, അവനവിടെ IAS ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അവിടെ പെർഫോം ചെയ്തേ പറ്റുള്ളൂ. അതെ, അപ്പൊ സ്വാഭാവികമായിട്ട് ആ ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് വേണ്ടത്. സ്കില്ലും കോൺഫിഡൻസ് ആണ്. അതാണ് ഞങ്ങൾ ഈ മോണ്ടിസോറി ഡീറ്റെയിൽസിൽ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ ഒരു കോച്ചിങ് മെത്തഡോളജി എങ്ങനെയാണ്? ഓൺലൈൻ ആയിട്ടാണോ അതോ അല്ലാതെ നമ്മൾ നേരിട്ട് കൊടുക്കുന്ന സ്കീമാണോ? എന്താണ്? ഇത് ഡയറക്റ്റ് ക്ലാസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇതൊരു ഓൺലൈനിൽ നമ്മളൊരു സ്കിൽ ഡെവലപ്മെന്റ്, ഓൺലൈനിൽ നമുക്ക് കുറെ ഇൻഫർമേഷൻസ് കൊടുക്കാം. ഇതൊരു ഇൻഫർമേഷൻ ഷെയറിംഗ് അല്ല നമ്മുടെ പ്രോഗ്രാം.
ഇപ്പോൾ ടെക്നോളജി ഞാൻ പറഞ്ഞു, ടെക്നോളജി വികസിച്ചപ്പോഴത്തേക്കും ഇതുപോലെ സ്കൈപ്പ് പോലെയുള്ള നിരവധി മീഡിയംസ് ഉണ്ടല്ലോ, നേരിട്ട് സംസാരിക്കാം, അധ്യാപകന് ക്ലാസ് റൂമിൽ പോകേണ്ട ആവശ്യമില്ല, ടെലികോൺഫറൻസ് വഴിയുള്ള മീഡിയംസ് ഉണ്ടല്ലോ, വിർച്വൽ ക്ലാസ് റൂം ഒക്കെ ഭാവിയിൽ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ അതിലേക്കുള്ള ഒരു ഇതായിട്ട് വരുന്നില്ല. ആയി വരുമ്പോൾ നമുക്ക് അതിനെ കുറിച്ചൊക്കെ ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഡയറക്റ്റ് ക്ലാസ്സുകളാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ടീച്ചിങ് മെത്തഡോളജി ഇതിന്റെ ഒരു ഫ്യൂച്ചർ നമ്മുടെ ആ കോച്ചിങ് കിട്ടിയ ആൾക്കാർക്ക്, ഇപ്പോൾ സാർ പറഞ്ഞല്ലോ ഓൺ ലാംഗ്വേജ് ഓൺ നേഷൻ, ആ ഒരു കൺസെപ്റ്റ് വളരെ വലുതാണ്. കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓൺ വേൾഡ് ഓൺ ലാംഗ്വേജ് എന്ന കൺസെപ്റ്റ് ശരിക്കും അത് തുടങ്ങിയിട്ടേ ഉള്ളത്, ആ ഒരു സിറ്റുവേഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. സാറിന്റെ പ്രതീക്ഷയിൽ എന്തായിരിക്കും ഈ ഒരു ആശയത്തിന്റെ ഏറ്റവും വലിയ വിപുലീകരണം എന്തായിരിക്കും ഈ ലോകത്ത് സംഭവിക്കുന്നത്? എത്ര വർഷം വേണ്ടി വരും, അല്ലെങ്കിൽ എത്ര നാളുകൾ വേണ്ടി വരും സാറിന്റെ ആശയത്തിലേക്ക് എത്തിച്ചേരാൻ? ഒരു വലിയ ആശയമാണിത്. നമ്മളത് കേൾക്കുമ്പോൾ അത് നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ടൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന തരത്തിലുള്ള ഒരു ആശയമാണ്. ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ വികസിത രാജ്യങ്ങളാണ്. ഈ വികസിത രാജ്യങ്ങളെല്ലാം ഒരു പൊതുഭാഷ പിന്തുടരുന്ന രാജ്യങ്ങളാണ്. തീർച്ചയായും. ഇപ്പം ഇന്ത്യ വികസ്വര രാജ്യമാണ്, അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങൾ അവികസിത രാജ്യങ്ങളാണ്. ഈ ഒരു തരത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അവരൊന്നും ഈ പൊതുഭാഷയിലേക്ക് വരാത്തത് കൊണ്ട് മാത്രമാണ് അവരിപ്പോഴും വികസ്വരമായിട്ടോ അല്ലെങ്കിൽ അവികസിതമായിട്ടോ നിൽക്കുന്നത്. ഇതൊരു ഭാഷ, ഒരു പൊതുഭാഷ ഉണ്ടാകുമ്പോൾ എല്ലാ ആളുകൾക്കും ഒരു തുല്യത വികസനത്തിലുണ്ടാവും. അപ്പം നമ്മളിപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യയായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ഭാഷയാണ് ഒരു വ്യത്യാസം. അപ്പം നമ്മുടെ ഇന്ത്യക്കാർക്ക് വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ കഴിവുണ്ട്, മിടുക്കരാണ്, പക്ഷേ ഈ കമ്മ്യൂണിക്കേഷൻ ബാരിയർ കൊണ്ട് അവർക്ക് അവരുടെ നിലവാരത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ പൗരാണികമായിട്ടുള്ള പല അറിവുകളും ലോകത്തിന് മുമ്പിൽ എത്തിപ്പെടാതിരുന്നത് ഭാഷ ലിമിറ്റേഷൻ കൊണ്ട് തന്നെയായിരിക്കും. ഭാഷ ലിമിറ്റേഷൻസ് കൊണ്ടാണ്. അപ്പം ഇതൊരു വികസനത്തിനുള്ള ഒരു മരുന്നാണ് ഈ ഒരു ലോകഭാഷ. ഇപ്പം നമുക്കിപ്പോൾ ഇംഗ്ലീഷിനോട് നമുക്ക് പ്രതിബദ്ധതയൊന്നും ഇല്ല. ഇപ്പം ഇംഗ്ലീഷിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്, ഒരു ഗ്ലോബൽ ലാംഗ്വേജ് റെപ്രസെന്റേഷൻ ഉണ്ട്. പക്ഷെ ഇപ്പോഴും ചൈനീസ് ആണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഭാഷ. ചൈനക്കാരും അവരിത് തിരിച്ചറിഞ്ഞു. അത് ഇതുവരെ ഈ അടുത്ത കാലം വരെ അവർ ചൈനീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിൽ നിന്നതാണ്. ഇപ്പൊ അവരും തിരിച്ചറിഞ്ഞിട്ട് അവർ ഇംഗ്ലീഷ് പഠിക്കാനും ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും തുടങ്ങി. കാര്യം അവർക്ക് ഇനി നിലനിൽപ്പില്ല. കാര്യം അവരിപ്പോ വേൾഡ് മാർക്കറ്റിലേക്ക് അവരുടെ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. പല രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം അവർ ഫേസ് ചെയ്യേണ്ടി വന്നു. അവർ ഒളിമ്പിക്സ് നടത്തിയപ്പോൾ അവർക്ക് പണമുണ്ട്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അവർ ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്ത് ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ഏരിയ. ദെൻ ദേ ട്രേസ്ഡ് ദാറ്റ് ഈസ് ദ റിയാലിറ്റി ഓഫ് ടോട്ടൽ കരിക്കുലം തന്നെ അവർ ചേഞ്ച് ചെയ്തിട്ട് now they started spoken English training in their school level, college level. They understood the value of following the common language, universal language. ഇന്ത്യയിലെ വിദ്യാഭ്യാസ നിലവാരത്തിൽ കേരളം ഒരുപാട് മുൻപന്തിയിലാണ്. അപ്പോൾ കേരളത്തിന്റെ ഒരു മുൻപന്തിയിലേക്കുള്ള യാത്ര ഇന്ത്യ ഒട്ടാകെ ഒരു യാത്രയായി മാറാൻ സാധിക്കണം. നമ്മളൊരു യൂറോപ്യൻ ലെവലിലേക്കുള്ള ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവും. നമ്മളിത് മാറണം, നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറണം. ഈ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടാണോ സാർ ഇതിന്റെ പ്രവർത്തന മേഖല ഡൽഹി സെന്റർ ആക്കി വെച്ചിരിക്കുന്നത്? ഡൽഹി നമ്മുടെ ഒരു ക്യാപിറ്റലാണല്ലോ, സ്വാഭാവികമായിട്ടും അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവും. മറ്റ് സ്റ്റേറ്റുകളിലേക്കൊക്കെ ഇത് പ്രചരിപ്പിക്കാനും ഒക്കെ ഒരുപാട് നമുക്ക് സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ട്. ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞവരൊക്കെ ഇതിന്റെ സ്പോക്സ്മാനാണ്. അവരെല്ലാം കുറെ ആളുകളിലേക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ തന്നെ ഒരുപാട് കുട്ടികൾ നമ്മുടെ കോഴ്സിലേക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മളൊരു ഫീസ് വളരെ നോമിനലായ ഫീസാണ് നമ്മൾ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള ചാർജാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇതൊരു സോഷ്യലൈസേഷൻ വരുത്താനുള്ളൊരു മാർഗ്ഗമാണ്. തീർച്ചയായും. ഇപ്പം നമ്മളിപ്പോൾ ഞാനിപ്പോൾ എനിക്ക് കുറെ കഴിവുണ്ട്. ഞാനും അല്ലെങ്കിൽ ഒരു നോവലിസ്റ്റാണ്. ഒരു ഉദാഹരണം ചിന്തിച്ചോളൂ, ഒരു നോവലിസ്റ്റാണ്. ഞാൻ മലയാളം എനിക്കറിയാവുള്ളൂ, എനിക്ക് മലയാളത്തിലേ നോവൽ എഴുതാൻ പറ്റുള്ളൂ. അപ്പം എനിക്ക് ആ മലയാളം വായിക്കുന്ന ആളുകളുടെ ഇടയ്ക്ക് എൻ്റെ നോവൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ട്രാൻസ്ലേറ്റ് ചെയ്താൽ പോലും അതിൻ്റെ ഒരു റീച്ച് ഉണ്ടാവത്തില്ല. അപ്പം ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ നോവലിന് ഒരു വേൾഡ് മാർക്കറ്റ് ഉണ്ടാവും. അപ്പം അതൊരു സംഗതി എല്ലാ ആളുകൾക്കും ബാധകമാണ്. യു ആർ ആൻ ആങ്കർ. മേ ബി ഇഫ് യു യൂസ് ദ ഇംഗ്ലീഷ്, maybe your scope, your possibilities become definitely. Otherwise you will get the chances only in Malayalam channels only. That's the fact. Okay, right. It is applicable for everybody. Yeah. സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഒരു ട്രെയിനിങ് മാത്രം കിട്ടിയിട്ട് ചിലപ്പോൾ കാര്യമുണ്ടാകില്ല. ഇതൊരു വേദിയിൽ നമ്മൾ എങ്ങനെ പെരുമാറണം, ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ എങ്ങനെ പെരുമാറണം, ഇത്തരത്തിലുള്ള ഒരു കോഴ്സ് തന്നെ കൊടുക്കേണ്ടത് വളരെ ആവശ്യമായി വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ബാബ ഈസി ഇംഗ്ലീഷ് ആ ഒരു മേഖലയിൽ, എസ്പെഷ്യലി പേഴ്സണാലിറ്റി ട്രെയിനിങ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ എത്രമാത്രം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്? യഥാർത്ഥത്തിൽ ഈ നമ്മുടെ കേരളത്തില് ഇംഗ്ലീഷ് പഠിക്കാൻ വരുന്നത് ഒരു ഭാഷയും കൂടെ അധികം ഇരിക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തിലല്ല, അവർക്കൊരു തൊഴിലാണ്.
ഇപ്പം ഇംഗ്ലീഷ് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ കിട്ടുന്നില്ല. അപ്പം അതുകൊണ്ട് ഒരു തൊഴിൽ കിട്ടുക എന്നുള്ള ലക്ഷ്യത്തിലാണ് അവർ ഇംഗ്ലീഷ് പഠിക്കാൻ സന്നദ്ധരാകുന്നത്. ഓക്കെ. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ ഞങ്ങൾ ആ ഒരു കരിയർ ആസ്പെക്ടിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇന്റർവ്യൂവിൽ നന്നായിട്ട് പെർഫോം ചെയ്യണം. നമ്മുടെ പെർഫോമൻസ്, നമ്മുടെ അന്നേരം എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അവർ നോക്കുന്നില്ല. ഇപ്പോൾ ഇന്റർവ്യൂ ഫേസ് ചെയ്യേണ്ടത് മോക്ക് ഇന്റർവ്യൂ. ഇന്റർവ്യൂ ഒക്കെ നമ്മളവിടെ റിയൽ ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം അവരെ കൊണ്ട്. അവരെ ഇന്റർവ്യൂറായിട്ടും ഇന്റർവ്യൂ ചെയ്യുന്ന ആളായിട്ടൊക്കെ ഇരുത്തിയിട്ട് ട്രയലായിട്ട് ചെയ്യാണ്. ഒരു മോക്ക് ഇന്റർവ്യൂ ആണ് നമ്മളത് ചെയ്യുന്നത്. അത് അവരുടെ ഒരു കോൺഫിഡൻസ് എൻഹാൻസ് ചെയ്യും. പിന്നെ പ്രസന്റേഷൻ സ്കില്ല് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു മേഖലയാണ് പ്രസന്റേഷൻ. തീർച്ചയായും എല്ലാ ഫീൽഡിലും പ്രസന്റേഷൻ സ്കില്ല് വേണം. ഇപ്പൊ എല്ലാവർക്കും കഴിവുണ്ട്, പക്ഷെ അത് എത്രത്തോളം നമ്മൾ പ്രസന്റ് ചെയ്യുന്നുള്ളതാണ്. ഇപ്പൊ ഈ കോമ്പയറിങ്, ആങ്കറിങ്, ന്യൂസ് റീഡിങ്, അതൊരു ഏറ്റവും വലിയ മേഖലയായിട്ട് മാറിക്കൊണ്ടിരിക്കും, കരിയർ ഓപ്ഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പബ്ലിക് സ്പീക്കിംഗ്, ഇതിനെല്ലാം ട്രെയിനിങ് നിങ്ങൾ കൊടുക്കുന്നത്. ഇതെല്ലാം നിങ്ങൾ വെബലായിട്ട് കൊടുക്കുകയല്ല, ഇതെല്ലാം നമ്മൾ അതിനുള്ള പ്രാക്ടീസ് ആണ് ചെയ്യുന്നത്. പ്രാക്ടിക്കലായിട്ട് അതിന് ട്രെയിനിങ് അവരെ അതിൽ ഇൻവോൾവ് ആക്കും. റിയൽ എൻവയോൺമെന്റ്. ഞങ്ങൾക്ക് റിയാലിറ്റി ഷോ ഒക്കെ ഉണ്ട്, ഇതിൽ ന്യൂസ് ഷോ ഉണ്ട്, കുക്കറി ഷോ ഉണ്ട്, ഇതേപോലെ ചാറ്റിംഗ് പ്രോഗ്രാം. ഒരുപാട് അങ്ങനെയുള്ള ഒരു പ്രസന്റേഷൻ സ്കിൽ ഏരിയയിൽ ഞങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഒരു വേറൊരു അട്രാക്ഷനാണ് ഞങ്ങൾ മെഡിറ്റേഷനും പ്രാണായാമം ഇതിൽ കൊടുക്കുന്നുണ്ട്. തീർച്ചയായും നമുക്ക് പലപ്പോഴും ഈ ഇംഗ്ലീഷ് കിട്ടാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് അവരുടെ അൺവാണ്ടഡ് തോട്ട്സ് ആണ്. അപ്പൊ തോട്ട്സ് വി വാണ്ട് ടു മേക്ക് ഇറ്റ് ലെസ് ഇൻ നമ്പർ. അതുപോലെ ടെൻഷൻ, ഒരു സ്ട്രെസ് ഫ്രീ എൻവയോൺമെന്റ് ക്രിയേറ്റ്. ദാറ്റ്സ് വൈ വി ഗിവിംഗ് പ്രാണായാമം. നമ്മളൊരു ബ്രീത്തിങ്ങിലൊക്കെ നമ്മളൊരു കോൺസെൻട്രേഷൻ കൊടുത്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്പർ ഓഫ് തോട്ട്സ് വിൽ കം ഡൗൺ. Our mind will become relaxed, peaceful mind will get it. ഇതുവരെ നമ്മോട് സംസാരിച്ചത് ബാബ ഈസി ഇംഗ്ലീഷ് എന്ന വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്ന ശ്രീ ബാബ അലക്സാണ്ടർ സാറിനോടാണ് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ, ആ പ്രോഗ്രാമിലൂടെ അദ്ദേഹം ഈ ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന മൂല്യങ്ങളെക്കുറിച്ചുള്ള ഒരു വളരെ നല്ല ഒരു എക്സ്പ്ലനേഷനാണ് കിട്ടിയത്. എല്ലാവർക്കും അത് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവർക്കും നമസ്കാരം.